വെൽക്കം ബാക്ക് ട്രാവൽ ഗോ സിനിമാസ്. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഒരു വൻ പരാജയമായി പോയ ഒരു സിനിമ, ആ സിനിമ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ചിത്രം ഈ ഇടയ്ക്കാണ് എനിക്ക് കാണാനുള്ള ഒരു അവസരം കിട്ടിയത്. ഈ ഒരു സിനിമയെ സമീപിച്ച ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ പറയുകയാണ്. അതായത് ഈ ഒരു ചിത്രം തികച്ചും ഒരു ഫാമിലി സബ്ജക്റ്റ് ആയിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. വലിയ ആകാംക്ഷ നിറഞ്ഞ പങ്കിയോ ത്രില്ലറോ കാര്യങ്ങളോ ഒന്നുമല്ല, സാധാരണ ഒരു ഡീസന്റ് സിനിമ എന്ന് തന്നെ പറയാം. പ്രധാനമായിട്ട് കഥ എന്ന് പറയുന്നത് ഒരു ഒളിച്ചോട്ടവും അവിടെ സംഭവിക്കുന്ന ചില അന്തരീക്ഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്ക് ആസ്വദമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. മാത്യു, ഷൈൻഡോൺ ചാക്കോ, ജോണി ആന്റണി, നിസ സാരംഗ് എന്നിവർ പ്രധാന വേഷത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു നല്ലൊരു ഫാമിലി സിനിമ തന്നെയാണ്. ഈ ഒരു ചിത്രം കണ്ട എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ എന്നിരുന്നാലും തിയേറ്ററിൽ ഒരു നല്ല പരാജയം തന്നെയായിരുന്നു. ഈ സിനിമ ഡയറക്ട് ചെയ്തത് ജി മാർത്താണ്ഡനാണ്. അദ്ദേഹത്തിന്റെ രീതിയിൽ തന്നെയുള്ള ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു സിനിമയുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നല്ലൊരു അടിത്തറ ഇല്ലാത്തൊരു സ്റ്റോറി ഇല്ല എന്നുള്ളതാണ്. ഒരു സിനിമയിൽ മുഴുവൻ കാണിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് ഒരേ സ്റ്റോറി തന്നെയാണ്. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നിയില്ല. കാരണം ഇങ്ങനെ ഒരു കഥ നമ്മൾ മുമ്പും ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ആകപ്പാടെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള കോമഡികൾ ഈ ഒരു സിനിമയിൽ നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഈ ഒരു ചിത്രം തികച്ചും നല്ലൊരു ഫാമിലി മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മഹാറാണി എന്ന ഈ ഒരു സിനിമ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ ഈ ഒരു ചിത്രം അവൈലബിൾ ആണ്. ഈ ഒരു സിനിമ ഒരു പ്രാവശ്യം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒരു പ്രാവശ്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം പരിഗണിക്കാം. ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.